ഹായ്, അപ്പോൾ ഇന്ന് എല്ലാവർക്കും മണ്ടൂസിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കാഴ്ച കാണിച്ചു തരാം. വാ. മഴക്കാലമൊക്കെ അല്ലേ, നമുക്ക് ഈ ഇലയെല്ലാം വെട്ടി മാറ്റാം. നമുക്ക് എന്നാന്ന് വെച്ചാൽ വെട്ടി വൃത്തിയാക്കാം. നമുക്ക് ഇത് വെട്ടി വൃത്തിയാക്കി കഴിയുമ്പോൾ നല്ല വെയിൽ കിട്ടും. നമുക്കിത് ഇവിടെ ഒരു ചുണ്ടുണ്ട്, നമുക്ക് അതങ്ങ് ഒടിച്ചെടുക്കാം. ആ കൊലയ്ക്കും കിട്ടും, വെട്ടം വെളിച്ചമൊക്കെ കിട്ടും. അപ്പടി കാക്ക ശല്യമാണ്. കാക്ക എല്ലാം കൂടി ഇരുന്ന് ഡ്രസ്സെല്ലാം വൃത്തിയാക്കും. ഇതിൽ ഇറങ്ങാൻ ഭയങ്കര പാടാ, AC ഇരിക്കുന്ന കാരണം. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എലിയൊന്നും കയറത്തില്ല പെരയിലോട്ട്. വേറെ ഒരു വാഴ കൊലച്ച് കണ്ടോ? ഇതും കൂടെ നമുക്ക് ഓടിക്കാം. അടുത്ത കട്ട്ലേറ്റിനുള്ളതുണ്ടായി 2 എണ്ണം. കിളികളും കാക്കകളും ശല്യം. ഇതിനകത്തൊരു സാധനം ഉണ്ട്, കാണിക്കട്ടെ. എല്ലാത്തിലും ഉണ്ട്, നിറച്ചുണ്ട്. കണ്ടോ? നല്ല കാറ്റ. ഇതിൻ്റെ താഴെ പോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, വാഴ മൂത്ത് പോയല്ലോ. കണ്ടൊന്നും മുറിയുന്നില്ല വെട്ടിയിട്ട്. താഴോട്ടിടാം. നമുക്ക് താഴത്തുനിന്നെടുത്ത് ഇവിടെ കൊടുക്കാം. കൂട്ടുകാരെ, ഇത് കണ്ടോ, ഇവിടെ ഒരു തനിയെ കിളുത്ത് വന്നൊരു മരമായത്. ഇത് എന്ത് മരമാണെന്നൊന്നും അറിയത്തില്ല. ഇതിലിത് പൂവുണ്ട്, കായുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതറിയാവുന്നവരൊന്ന് പറയണേ, ഇത് നമ്മൾ ഉപയോഗിക്കുവോ, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഇത് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ചെത്തിക്കായില്ലേ, ചെത്തിപ്പൂവിൻ്റെ അതുപോലെ തന്നെയുള്ളു. പക്ഷെ ഇത് എന്ത് മരമാണെന്ന് അറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം. ഇതിൻ്റെ കുറച്ച് നമുക്ക് വെട്ടിക്കളയാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ കൂടെ എല്ലാം അണ്ണാനും എലിയും എല്ലാം കയറി ഇതിൻ്റെ മേളിൽ കയറി നാശമാക്കും. കുറച്ച് നമുക്ക് വെട്ടിക്കളയാം. എപ്പോഴും വെട്ടും ഞാൻ, പക്ഷെ എന്നാലും മഴ വരുമ്പോൾ ഇതെല്ലാം വല്ലാതെ അങ്ങ് വളരും. നല്ല കട്ടിയായി ഇതിനേണ്ടോ, തടിക്ക് നല്ല ബലമാണ്. ചെറിയ കമ്പായപ്പോഴും ബലമാണ്. അവിടെ താഴെ നിന്ന് വെട്ടണം. ഇതിപ്പോൾ മുകളിൽ കയറിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും ഉപയോഗം ഉണ്ടോയെന്ന് അറിയത്തില്ല ഇതുകൊണ്ട് ഇങ്ങനെ വളർത്തിയാലേ. എല്ലാ വർഷവും ഞാൻ വെട്ടിക്കളയും, പക്ഷെ അത് വീണ്ടും വളർന്ന് വരുവാണ്ടോ ചോട്ടിൽ നിന്ന്. ഇത് കൊലക്കാറായല്ലേ, കൊലക്കാറായി വാഴ. ഇത് നമുക്ക് അവിടെ വേറൊരു കണ്ടോ കൊലയും കൂടെ വീണ് കിടപ്പുണ്ട്, വാഴക്കൊല. കണ്ടോ,
അതിൻ്റെ ചുണ്ടൊടിക്കാൻ പാടാം, നമുക്ക് താഴെ ചെന്നിട്ട് ഒടിച്ചെടുക്കാം. ചെറിയ ചുണ്ടായെങ്കിലും നമുക്ക് എടുക്കാം, തോരനൊക്കെ വെക്കാം. അങ്ങനെ നമുക്ക് ഇത്തവണ കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം 3 വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഭയങ്കര കട്ടിയാണ് കണ്ടോ. അതാ ഞാൻ ചോദിച്ചത്, ഇത് മൂത്ത വാഴയാണ്. ഇത് തണ്ട് ഭയങ്കര കട്ടിയാണ്. ഇതെല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഇത് വളരെ ഭംഗിയുള്ള പാടം കാണിച്ചു തരാം കേട്ടോ. ഇത് വൃത്തിയാക്കിയെങ്കിലേ അത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ക്യാമറയിലൂടെ. ഈ ഇലയില ഇങ്ങനെ കിടന്നാൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുട്ടനാടൻ ഭംഗി ആസ്വദിക്കാം. കാണിച്ചു തരാം കേട്ടോ. വെട്ടി ക്ലീൻ ചെയ്ത് കഴിയട്ടെ. അവിടെ തെളിഞ്ഞ് കഴിയുമ്പോൾ ക്യാമറയിൽ പതിയുന്നതായിരിക്കും ഞങ്ങളുടെ സുന്ദര മനോഹരമായ ഗ്രാമം. ഇത് മതിയല്ലേ, ഇതും കൂടെ കളയണം അല്ലേ ടെറസിൻ്റെ മുകളിലോട്ട്. ഇത് വേറെ എന്തോ ഇനം വാഴയാണ് ഇങ്ങനെ. പേരൊന്നും അറിയത്തില്ല. കൃഷിഭവനിൽ നിന്ന് കിട്ടും, മേടിച്ച് വെക്കും. ഏത് ഇനമാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് ആരും. പക്ഷെ ഇതിന് തണ്ട് പ്രത്യേകതയുണ്ട്. ഇത് താഴെ ചെന്നാലേ വൃത്തിയാക്കാൻ പറ്റത്തില്ല, ഏണി വേണം. ഇഷ്ടംപോലെ കരിക്കുണ്ട് കേട്ടോ. നമുക്കൊരു കരിക്ക് വിട്ട് കുടിക്കണം. ആദ്യം ഇതൊന്ന് വൃത്തിയാക്കട്ടെ, മറ്റുള്ള കരിക്ക് ചൊട്ടയൊക്കെ ഉണ്ട്. കൈയിടാൻ പേടിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴല്ലോ ഇതിനകത്ത് ഒരാൾ പാത്തിരിക്കുന്നു, ഒരു പാമ്പും കുഞ്ഞ്. ഏതാമേ ഇതോ? ഇവിടുന്ന് ഒടിഞ്ഞു കിടക്കും കേട്ടോ. അതങ്ങ് വെട്ടിയേക്കട്ടെ, അതങ്ങ് വെട്ടിയേക്കാവേ, അല്ലാത്ത തേങ്ങയും കൂടെ പോകും. ഇതുണ്ടല്ലോ മറ്റേ ഇങ്ങനെ ചെല്ലിക്കുത്തോ, ഇത് കണ്ടോ, ഇവിടുന്ന് വെട്ടുക. നമുക്ക് വെട്ടി അങ്ങ് മാറ്റാം. കണ്ടോ, പിന്നെ ഉള്ള തേങ്ങയും കൂടെ പോകും. ഇത് മാറാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, ആരെങ്കിലും ഒക്കെ അറിയാവുന്നവർ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇതെവിടെ തടഞ്ഞു നിൽക്കുവാണല്ലോ അമ്മേ. താഴോട്ട് ഇത് ഒന്ന് നോക്കിയേക്കണേ. എവിടെയെല്ലാം ഇടിച്ചോ? ഇല്ലല്ലോ, ഇവിടെ ഇട്ടേ. അതേ കണ്ടോ, അതെ കാര്യം കാണിച്ചാൽ മതി. കണ്ടോ, മാറി നിന്നോണേ. മാറി നിന്നോ. ഞാൻ ഇത് വെട്ടും എനിക്ക് കാണത്തില്ല, താഴെ നിന്നാ. ഒന്നാമത്തെ കാര്യം ഒരു കണ്ടോ, ദേ കണ്ടോ, ഇവിടെ മണി പ്ലാന്റ് ഉണ്ട്, അതല്ലല്ല, അതാണ് പ്രശ്നം. പോയെങ്കിൽ അപ്പം അതുകൂടെ വെട്ടട്ടെ. അപ്പോൾ നമുക്ക് ഒരു വശമില്ല കേട്ടോ, അതാ ഇങ്ങനെ. നേരെ നിന്ന് വെട്ടിയാലല്ലേ നേരെ ചൊവ്വേ മുറിയത്തുള്ളൂ. അങ്ങനെയല്ലതാ, ഇതിൻ്റെ ഭാരം കാരണം ഇതിങ്ങനെ താന്ന് കിടക്കുക. നമുക്ക് കുത്തി കെട്ടി കൊടുക്കാം. നമുക്ക്
കഴിഞ്ഞു പോകത്തില്ല, ഇങ്ങനെ കടന്നോളൂ. ഒന്ന് വിചാരിച്ചില്ല എല്ലാം വലിച്ചു കിട്ടണം. നല്ല കാറ്റാണ്, നല്ല മൊത്തത്തിലൊന്ന് തെളിച്ചപ്പോൾ ഒന്നും കൂടെ കാറ്റായി. ഭംഗിയൊക്കെ കാണിച്ചു തരാതെ കെട്ടിയിട്ട് പോവെന്നറിയത്തില്ല. ഇവിടെ നല്ലായിരുന്നു. മടലയിലോട്ടൊന്ന് കൊടുത്തേക്കാം, പോകാതിരിക്കുന്ന കിട്ടട്ടെ നന്നായിട്ട്. താഴോട്ടെല്ലാം നമ്മൾ ഇറക്കിയില്ലേ, താഴെ വൃത്തിയാക്കി. വെട്ടി താഴേക്ക് ഇട്ടില്ല, അതെല്ലാം നമുക്ക് ഒതുക്കിയിടാം. ഇതിൻ്റെയൊക്കെ ചോട്ടി അയ്യോ ആ വെട്ടി തിന്നെ ഇത് വൈ ഇത് നമുക്ക് ചോട്ടി ഞങ്ങൾ വിട്ടാം, അല്ലെങ്കിൽ ഇത് കണ്ടോ കരയുടെ നൂലിലോട്ട് കിടക്കുക. ഇതുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വെട്ടി നിർത്തിയതാണ്. പക്ഷെ അത് വീണ്ടും കണ്ടോ ഇങ്ങനെ തന്നെ വളർന്നു വരിക. ഈ കുറച്ച് ശേഖരമെല്ലാം കളഞ്ഞേക്കാം. ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഉണ്ടോ അറിയത്തില്ല, ഇല്ല ഗുണമുണ്ടോ എന്ന്. ഞാനൊന്ന് കയറട്ടെ. നേരെ മരം കയറി വിളിക്കുന്നു, വെട്ടാൻ വേറെ മാർഗമില്ലാത്തോട്ട് കയറുക. നൊസ്റ്റാൾജിയ. ഇതിങ്ങനെ തെളിക്കുന്ന എന്തിനാണെന്നറിയാം, നമുക്ക് കുഞ്ഞിനൊരു ഊഞ്ഞാലി കെട്ടിക്കൊടുക്കാം. ഇവിടെ മോന് ഓണമല്ലേ, നമുക്ക് അതിനൊരു ഊഞ്ഞാലി. ഇത് നല്ല കമ്പായിരുന്നു, നല്ല ബലമാണ്. വെള്ളത്തിൻ്റെ മുകളിലൂടെ ഊഞ്ഞാലാടുന്നത് അടിപൊളി. എൻ്റെ ദേഹത്തോട്ട് കൊള്ളുന്നു. ഇതിൽ ഞാനിതെല്ലാം തെളിച്ച് കഴിഞ്ഞ് ഊഞ്ഞാല് കെട്ടും. അത് ഞാൻ അതും കാണിച്ചു തരാം. ഇത് കണ്ടോ നല്ല കാറ്റായി, തെളിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പാടമാണ് ഇത് നമ്മുടെ. കൂട്ടുകാരെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ പാടത്ത് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ, ആ പാടമാണ് കേട്ടോ. ഇഷ്ടം പോലെ ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ട്. ചുമലയുണ്ട്, വെള്ളയുണ്ട്. നല്ല രസമാണ് രാവിലെ പകൽ കാണാനായിട്ട്. ഇപ്പം അതെല്ലാം വാടി കണ്ടോ, മുട്ടെല്ലാം രാവിലെ നല്ല ഭംഗിയാണ്. ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വന്ന് രാവിലെ ഫോട്ടോ എടുക്കാനായിട്ട്. ഒത്തിരി പേര് വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അമ്പലിൻ്റെ ഒക്കെ. അപ്പോൾ തെളിഞ്ഞപ്പോൾ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് നല്ല. കണ്ടോ, ഞാനിവിടെ നിന്ന് നേരത്തെ ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഇവിടെ കൽക്കെട്ടൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. പാടത്തിൻ്റെ ഇറമ്പിൽ കൽക്കെട്ടൊക്കെ ഉണ്ട്. ആ കല്ലിലൊക്കെ കയറിയിരിക്കുക.
ഇപ്പം പാടത്തൊക്കെ വെള്ളം കയറ്റിയിട്ടിരിക്കുക എങ്കിലും ഭംഗിയാ കാണാൻ. ഗായ്സ്, അപ്പം ഞാനിന്ന് ക്ഷീണിച്ച് കേട്ടോ. ഇന്ന് 6 മണിയോളം രാവിലെ തുടങ്ങിയ പണിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. ഇനി ഒരുപാടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ. നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.